സ്വർണത്തിനെക്കാളും വിലയാണല്ലോ എന്റെ പൊട്ടുവെള്ളരിയെ. അടുത്ത വേനലാകുമ്പോഴത്തേക്കും പടവലത്ത് കുറച്ച് പൊട്ടുവെള്ളരി ഇടണം. ഇത് ശരിയാവൂല. വേറെ കത്തി, ആ മറ്റേ മൂർച്ചയുള്ള കത്തി ഉണ്ടായിരുന്നു. എന്ത് ചെയ്യാൻ പോണോ? ജ്യൂസ് അടിക്കാൻ. ജ്യൂസ് അടിക്കാനാ? ഞാൻ അടിക്കാം. നീങ്ങതാ ഫ്രിഡ്ജിൽ നിന്ന് വെള്ളം ഇടും. ഞാത്തൊന്നുമില്ല, ഞാത്തൊന്നും വെള്ളമില്ലെന്ന്. അങ്ങനെ വരെ വഴിയില്ലല്ലോ. രണ്ടുപേരോട് എന്തിനാണ് പരിപാടി? ഡേ ഫ്രിഡ്ജിൽ വെള്ളം ഇല്ലേ? ഓ 2 ബോട്ടിൽ ഇരിപ്പുണ്ട്. 2 ബോട്ടിൽ ഉണ്ടെന്നല്ലേ പറയാണ്. എന്തില്ലെന്ന് നേരെ നോക്കാൻ അറിയത്തില്ല. ഇതിനകത്ത് ഇവിടെ 2 ബോട്ടിൽ കിട്ടിയാ? ഇല്ലേ, 2 ബോട്ടിൽ വെള്ളം വെച്ചിരുന്ന് കാണാനില്ല. കനകേച്ചി ഫ്രിഡ്ജ് വെള്ളം വെച്ചില്ലേ? ஆஹா, அப்ப உங்களுக்கு ஒன்றும் தெரியலையா? എന്തോന്ന്? அம்மா வந்து ஒரு சர்க்குலர் இறக்கியிருக்காங்க. സർക്കുലറാ? എന്താ സർക്കുലർ? അയ്യോ, അത് പെരിയ സർക്കുലർ. സർക്കുലറൊക്കെ ഇറക്കിയിട്ടുണ്ട്. ഇന്നു മുതൽ ഈ വീട്ടിൽ ഒരാൾക്ക് ഒരു ദിവസം 4 ലിറ്റർ വെള്ളമേ തരത്തുള്ളൂ, മഴക്കാലം വരുന്നത് വരെ. അതെന്തിനമ്മ? എന്തിനെന്നോ? എന്തുമാത്രം വെള്ളമാ പാഴാക്കി കളയുന്നത്. ഒരു കൺട്രോൾ എപ്പോഴും നല്ലതാ. എന്തൊരു പരിപാടി അമ്മൂമ്മ പറയണേ? 4 ലിറ്റർ വെള്ളം കൊണ്ട് എങ്ങനെയാണ് ഒരു മനുഷ്യൻ ജീവിക്കണേ? എടാ നീ മിണ്ടിപ്പോവരുത് കേട്ടാ. എടാ നീ അല്ലടാ രാവിലെ ടാങ്കിലെ വെള്ളം മൊത്തം കളഞ്ഞത്. വെറുതെ ഫോൺ ചെയ്തോണ്ടിരുന്നിട്ട് ടാങ്കിലെ വെള്ളം മൊത്തം കളഞ്ഞേ. ഓ, മെർലിനെ ഫോൺ ചെയ്ത് ടാപ്പ് അടയ്ക്കാൻ മറന്നുപോയി കാണൂലേ? അത് ഇപ്പഴും എനിക്ക് തെരിഞ്ഞത്. എന്റെ ചേച്ചി, ഇതൊക്കെ കോമൺ സെൻസ് അല്ലേ? അങ്ങനൊന്നുമല്ല. ഫോൺ ചെയ്തോണ്ടിരുന്ന അങ്ങനെ മറന്നതല്ല, ഞാൻ മറന്നു പോയി. എന്നിട്ടാണ് ഫോൺ ചെയ്തത്. എന്തരമ്മ 4 ലിറ്റർ വെള്ളം കൊണ്ട് ഒരു മനുഷ്യൻ അങ്ങനെ ജീവിക്കും? 4 ലിറ്റർ വെള്ളം കൊണ്ട് ജീവിച്ചാ മതി. ഇനി മറക്കാതിരിക്കാനാ. അമ്മൂമ്മ, വെള്ളം കളഞ്ഞത് മൊത്തം അവനല്ലേ? അപ്പൊ ഈ സർക്കുലറും പണിഷ്മെന്റും അവര് മാത്രം പോരെ, ഞങ്ങൾ എന്ത് വിളിച്ച്? ഇല്ല, എല്ലാവർക്കും ഇത് ബാധകമാ. അങ്ങനെയാണെങ്കിൽ അമ്മ ഒരു കാര്യം ചെയ്, ഞങ്ങളുടെ റേഷൻ ഇങ്ങത്താ. ഓഹോ, എല്ലാം നേരത്തെ എടുത്തു വെച്ചേക്കണ. കനകം മാറിപ്പോവല്ലേ? കേശു, അല്ല അപ്പൊ ഞങ്ങൾക്കില്ലേ? അല്ല നിങ്ങളിപ്പോ വരുമെന്ന് ഞാൻ അറിഞ്ഞില്ലല്ലോ. നിങ്ങൾക്കുള്ളത് അളന്ന് എടുക്കട്ടെ, തരാം. അമ്മ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടാ. ഈ 4 ലിറ്റർ വെള്ളം കുടിക്കാനല്ലേ? അപ്പൊ ബാക്കിയുള്ള ആവശ്യത്തിനൊക്കെ എന്ത് ചെയ്യും? അതിന് കുളിക്കാനും നനയ്ക്കാനും എല്ലാം കൂടെ 1 ബക്കറ്റ് വെള്ളം തരും. 1 ബക്കറ്റ് വെള്ളോ? 1 ബക്കറ്റ് വെള്ളം വെച്ച് എങ്ങനെ കുളിയും നനയൊക്കെ നടത്താൻ? 1 ബക്കറ്റ് വെള്ളത്തിൽ കുളിയും നനയും ഒക്കെ കൂടെ നടത്തണം. അമ്മായേ, എന്റെ നല്ല കിടുക്കൊരു ഐഡിയ ഉണ്ട്. 3 ദിവസം കൂടുമ്പോ ഒരിക്കൽ കുളിച്ചാൽ മതി. അപ്പൊ 3 ബക്കറ്റ് വെള്ളം കിട്ടൂലേ? നിനക്കതുമില്ല. നിനക്കതുമില്ല. നിനക്ക് പണിഷ്മെന്റ് തന്നെയല്ല. നീ ബാച്ചയുടെ വീട്ടിൽ പോയി കുളിച്ചില്ലയോ? നീ കുളിക്കണ്ട. ഓ അങ്ങനെ ഇവിടെ കുതിരേറ അടുത്തോടുണ്ടല്ലോ, അപ്പൊ എന്ത് ആവാല്ലോ. കളാ അല്ല, ഞങ്ങളുടെ കോട്ടയപ്പോ കിട്ടും. അത് ഞാൻ അളന്നൊന്ന് എടുക്കട്ടെ. കേശുവേ, നിന്റെ ആ കോട്ടയം വന്നു. എടാ, മനുഷ്യന് ദാഹിക്കുന്നോടെ എത്തിട്ട് ജ്യൂസ് അടിച്ചു കുടിക്കട്ടെ. അത് വെള്ളം ഇങ്ങതാ. എനിക്ക് കിട്ടുമ്പോ ഞാൻ തിരിച്ചു തരാം. ഗ്ലാസ് ഇങ്ങോട്ട് എവിടില്ലേ? ഗ്ലാസ് വെള്ളമല്ലേ? ഇതിനല്ലേ? പാത്തിടാ. പിന്നെ 1 ഗ്ലാസ് വെള്ളം. എന്റെ ജ്യൂസിന് ഇത്രയും വെള്ളം മതി കേട്ടോ. എടാ താട, നമ്മള് തിരിച്ചു തരാൻ കിട്ടുമ്പം എന്തൊരു തരൂന്ന്? വെള്ളം തരാന്ന് തിരിച്ച്. അവസാനം എല്ലാം കൂടെ എന്നാ കാലേ വരും. ഞാൻ 1 തുള്ളി വെള്ളം കിട്ടാതെ ഇവിടെ തൊണ്ട വരണ്ട് കിടന്ന് ഞാൻ ചാവും, കിടന്ന് വിളിക്കും ഞാൻ. ഇത് കേശുവിന്റെ വെള്ളം, കേശുവിന്റെ മാത്രം വെള്ളം. ജ്യൂസിന് ഞാൻ വെയിറ്റിങ്. ഈ 1 ഗ്ലാസ് വെള്ളം കൊണ്ട് ഞാൻ എങ്ങനെ ജ്യൂസ് അടിക്കാനാ?